ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ ലുലുവിലോട്ടാണ് പോയത്. ഒരു സീ ഫുഡ് ഫെസ്റ്റ് കാണാനാണ്. ഇത് ഒക്ടോബറിൽ തന്നെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അത് ആക്ച്വലി റിമൈൻഡ് ആവുന്നത് അഗൈൻ ഒന്ന് ജസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ലുലുവിൽ ഞാൻ ഹൈപ്പറിലോട്ടാണ് കയറിയത്. ഒരു ഹൈപ്പ് കിട്ടുമെന്ന് വിചാരിച്ചൊക്കെയാണ് കയറിയത്. എന്താണ് ഈ ഒരു സീ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണണമല്ലോ. അപ്പോൾ ആ സീ ഫുഡ് ഫെസ്റ്റ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും വരാറുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചു, അപ്പം നാളെ പോവാം മറ്റന്നാൾ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ തന്നെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ലുലു വരെ ഒന്ന് ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സീ ഫുഡ് ഫെസ്റ്റിലെ ഫിഷിൻ്റെ ഏരിയയിൽ ഞാൻ വന്നു. അവരുടെ ഡെക്കറേഷനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ നെറ്റിൽ കുറേ മീനുകൾ ഇങ്ങനെ കുടങ്ങി ഇരിക്കുന്ന മാതിരി ഒരു ഫിഷ്, പിന്നെ കുറേ ഫിഷ് അവരിങ്ങനെ ഉണ്ടാക്കിയൊക്കെ ക്രാഫ്റ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്രാഫ്റ്റ് ചെയ്യാനും കൂടെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം. പിന്നെ കുറേ ഫ്രഷ് ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് ഫിഷസും അവിടെ ഉണ്ടായിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ഫിഷും നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും ആയിരുന്നു എന്നാണ്. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാലും എല്ലാ ഫിഷസും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നിയത് അതിനേക്കാളും കൂടുതൽ ടൈപ്സ് ഓഫ് കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അവർ വെച്ചിരിക്കുന്നത് പോലെ തന്നെ പീസാക്കി കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റേറ്റൊക്കെ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ അറിയത്തില്ല. അപ്പോൾ അവിടെ ഇട്ടിരുന്ന റേറ്റൊക്കെ ആയിരുന്നു. കൂടുതലാണോ കുറവാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് തൂക്കി വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഡ്രൈ ഫിഷിൻ്റെ കുറേ പാക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടാണ് പോയത്. നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ കാണാമായിരുന്നു. ഇത് ഞാൻ പോയത് ലാസ്റ്റ് ഡേ ആണേ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡെസേർട്ട് കൗണ്ടറിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന കൗണ്ടറിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി എന്തൊക്കെയുണ്ട് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഒക്ടോബറിലായത് കൊണ്ട് ഹാലോവിൻ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹാലോവിൻ കേക്കൊക്കെ കാണുന്നത് കേട്ടോ. ഈ കേക്കിൻ്റെ പുറത്ത് ഹാലോവിൻ, RIP, പിന്നെ ഈ ബ്ലഡ് സ്റ്റെയിൻ പോലെ കുറച്ച് ഹൊററായിട്ടുള്ള പോലത്തെയൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഹാലോവിൻ തീമിലുള്ള കേക്ക് കാണുന്നത്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് അത്രയ്ക്കും ഹാലോവിൻ പാർട്ടിയോ അല്ലെങ്കിൽ ഹാലോവിൻ സെലിബ്രേഷൻസ് ഒന്നുമില്ല. അബ്രോഡിലൊക്കെയാണ് കൂടുതലും. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഈ RIP എന്നൊക്കെ എഴുതിയിരിക്കുന്ന കേക്കും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി തോന്നും. ഹാലോവിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണല്ലോ നമുക്ക്. സോ അങ്ങനെ അതൊരു ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെ സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെയാണ്. പക്ഷെ ഞാൻ ഇതൊന്നും വാങ്ങിച്ചുമില്ല കേട്ടോ. ഗോൾഡ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. പുതിയ ടൈപ്സ് കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു. അല്ലാതെ ഞാനൊന്നും വാങ്ങിച്ചില്ല. ഡയബറ്റിക് ആയ കാരണം എനിക്കിതൊന്നും കഴിക്കാൻ പാടില്ല. സോ രസ്മലായി, ഈ കാലാ ജാമുൻ, കുറേ സ്വീറ്റ്സൊക്കെ എനിക്ക് പിന്നെ എന്താ പറയുക, ബോംബെയിൽ ഉള്ള കുറേ സ്വീറ്റ്സൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്കും ബോംബെ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. സോ അവിടെയൊക്കെ കോളേജ് ഡേയ്സിലൊക്കെ കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്വീറ്റ്സും ഒക്കെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാലഡ് ആൻഡ് ജ്യൂസസ്. അപ്പോൾ സാലഡ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വേണ്ട, ചാട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതും വേണ്ട. ഇത് പിന്നെ ഒരു പുതിയ സാധനം ഞാൻ അവിടെ കണ്ടതാണ്. വട്ടയപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കോക്കനട്ട് ആൻഡ് ജാഗരീരത ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ ഹോട്ട് ഫുഡിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാമോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം എടുക്കാം എന്നുള്ളതായിരുന്നു. ഞാൻ ആക്ച്വലി അവിടെ കുറേയൊക്കെ കറങ്ങിയതിന് ശേഷം എനിക്ക് നന്നായിട്ടൊന്ന് വിശപ്പ് തോന്നാൻ തുടങ്ങി. അപ്പം അവിടെ ഈ സിംഗപ്പൂർ നൂഡിൽസ് ഒരു പുതിയ സാധനമായിരുന്നു. പിന്നെ തായ് വെജ് റൈസ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു പുതിയ സാധനമായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലാതെ ഒരു കൗണ്ടറിൽ ഈ ഒരു സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന കാരണം ഇങ്ങനെ ഒരു കൗണ്ടർ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈപ്പറിൻ്റെ അതിൻ്റെ അകത്ത് തന്നെയാണ് നടുക്ക്. അവിടെ സീ ഫുഡിൻ്റെ എല്ലാ കറി, പിന്നെ ഫിഷ് മോളി, റോസ്റ്റ്, മലബാർ സീ ഫുഡ് കറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. കപ്പ, മീൻ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മെയിനായിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്, എന്താണ് ഈ ഒരു സീ ഫുഡ് ഫെസ്റ്റ് എന്നെന്ന്.
പിന്നെ എന്തെങ്കിലും പോയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്ന മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പുതിയ സാധനം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിസ്സയൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി ചൂടാക്കാമോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും നല്ലൊരു സ്മോൾ പിസ്സ മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് ഓർഡർ കൊടുത്തു. പിന്നെ ഈ ജ്യൂസസ് ഇതൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഈ ഗ്രേപ്പ് ജ്യൂസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഷുഗർ കണ്ടൻറ്റാണ് കൂടുതലെന്ന് തോന്നുന്നു, എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെ ഞാൻ സിംഗപ്പൂർ നൂഡിൽസ് എന്താണെന്നുള്ള ടേസ്റ്റ് നോക്കി. അതുപോലെ തന്നെ സ്മോൾ പിസ്സ അതൊന്ന് വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്തായാലും ചേട്ടൻ വരും, അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ ട്യൂഷന് വിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്ന് പോയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.